സുഹൃത്തുക്കളെ, പ്രാവൻകൂട് ഷാപ്പ് പടം കൊള്ളില്ല ഗൈസ്. സെക്കൻഡ് ഹാഫ് പക്ക ശോകമാണ്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ പറയും. പടങ്ങൾ കണ്ടോ? നിങ്ങൾ ആരെങ്കിലും പടം കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയട്ടോ. ഇന്ന് സൗബിൻ സാഹിർ, അതുപോലെ തന്നെ ചെമ്പൻ വിനോദ്, അതോടൊപ്പം തന്നെ നമ്മുടെ ബേസിൽ ജോസഫ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള പ്രാവൻകൂട് ഷാപ്പ് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ കേരളത്തിൽ തന്നെ പ്രമുഖരായിട്ടുള്ള റിവ്യൂവേഴ്സ് സിനിമ കണ്ടിറങ്ങിയിട്ടുണ്ട്. അവർ കണ്ടിട്ട് ഒരു അഭിപ്രായങ്ങൾ സാധാരണ നമുക്കറിയില്ല, നെഗറ്റീവാണ് നെഗറ്റീവ് തന്നെ പറയലുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് റിവ്യൂ ചെയ്യുന്ന എല്ലാവരും നല്ല റിസൾട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു മരങ്ങോടൻ്റെ ഒരു സിനിമനെ തകർക്കുന്ന ഒന്നൊന്നല്ല, ഒരുപാടൊന്നും നെഗറ്റീവ് അടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. സാധാരണ റിവ്യൂ ചെയ്യുന്നവരാണ് ഈ സിനിമനെ വിലയിരുത്തൽ. പക്ഷേ ഇവിടെ നല്ല സിനിമനെ നല്ലതായി പറയണം എന്നുള്ളതാണ് അല്ലേ. പ്രാവൻകൂട് ഷാപ്പ് തിയേറ്ററിൽ ഗംഭീരമായി ഓടുമ്പോൾ നല്ല അഭിപ്രായമല്ല. നിങ്ങളെ സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയട്ടോ. അത് കണ്ടില്ല നിങ്ങൾ ഗൈസ്, പടം കൊള്ളില്ല. സെക്കൻഡ് ഹാഫ് പക്ക ശോകമാണ്. ഇതുണ്ടോ, നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നതാണ്. ഇങ്ങനെ ഞാൻ 2-3 തിയേറ്റർ റെസ്പോൺസ്, അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്നവർ, ഇവരുടെയൊക്കെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഒരു പടം അത് തിയേറ്ററിലെത്താൻ മാസങ്ങളോളം അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട്, അറിയാലോ, പിന്നെ പ്രൊഡ്യൂസർ കോടികൾ മുടക്കിയിട്ടാണ് ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നല്ല സിനിമയെ നല്ലതെന്ന് പറയാൻ കുറച്ചെങ്കിലും മനസ്സ് കാണിക്കണം മരങ്ങോട എന്ന് എനിക്ക് ഇവനെപ്പോലിൽ ഉള്ളവരോട് പറയാനുള്ളൂ. കാരണം നമുക്ക് ആ സിനിമേൻ്റെ പിന്നിലൊക്കെ അവരെടുക്കുന്ന എഫേർട്ടിനെ നമ്മളൊക്കെ എപ്പോഴും മാനിക്കുന്ന ഒരു കാര്യമാണ്. നല്ല സിനിമ അല്ലെങ്കിൽ ജനം കാണില്ല. പക്ഷേ ഇവിടെ ഈ നല്ല റിസൾട്ട് കിട്ടിയ സിനിമനെ പോലും തകർക്കാൻ വേണ്ടിയിട്ട് കുറേ കമൻറ്റോളികൾ ഇങ്ങനെ കമൻറ്റ് ഇട്ട് ഇറങ്ങുമ്പോൾ അതൊക്കെ എന്തൊരു വേദനയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് ഗംഭീരമായി എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള അഭിപ്രായം. സൗബിനൊക്കെ വേറെ ലെവല്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബേസിലൊക്കെ എന്ന് പറയുന്നത് അറിയാലോ, ബേസിൽ എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ പോലീസാണ് ഇത് വേറെ സ്റ്റൈല് അല്ലേ. എന്ത് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാലും സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നാൽ എന്ത് പറഞ്ഞാലും നമുക്ക് ഒരു ബോറടി ഇല്ല എന്നുള്ളതാണ് സൗബിനും അല്ലേ. അതൊക്കെ ദൈവം കൊടുത്ത അനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒട്ടും ബോറടിപ്പിക്കാത്ത ഒരു ശൈലി മലയാള സിനിമയിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്, തൻ്റെതായ ശൈലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആളുകളാണ്. സൗബിനും അത്രത്തോളം സിനിമയെ കുറിച്ച് അറിയുന്നതാണ്, അറിയാലോ, പണ്ട് അസോസിയേറ്റ് ഡയറക്ടറായി വന്നതാണ്. അപ്പോൾ ഞാൻ കാട് കയറിയൊന്നും പോകണില്ല. ഞാൻ ഈ വിഷയം ഇങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു സിനിമനെ കൊല്ലാതെ ആ സിനിമനെ പ്രൊമോട്ട് ചെയ്യാൻ പഠിക്കും കേട്ടോ. നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയണം. നിങ്ങൾ കുറേ തിയേറ്ററിൽ ചിരിച്ച് എൻജോയ് ചെയ്തിട്ട് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളൊക്കെ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർസുകൾ ഈ പടത്തിലില്ല. നിങ്ങളെ സൂപ്പർ സ്റ്റാർസിൻ്റെ പടങ്ങളൊക്കെ ചിലപ്പോൾ 8 നിലയെ പൊട്ടുന്നുണ്ടാവും അല്ലേ. ഞാനത് മറന്നു പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഇട്ടിട്ട് മെഴുകുകയാണല്ലേ. അപ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് പറയണം തരോ, സിനിമ എന്നൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പേരുടെ അന്നമാണ്. അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലാതൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം പൈസ നിങ്ങൾ മുടക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല സിനിമനൊക്കെ എന്തിനാണോ ഈ പണി ചെയ്യുന്നത്? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ പറ, സിനിമ കണ്ടവർ ജെന്യുവനായിട്ടുള്ള അഭിപ്രായം കമൻ്റായിട്ട് കണ്ടിട്ട്